പൗഡർ ഞാൻ ചോദിക്കും അതിന് ഉത്തരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ചാനലില് അമ്മാമ്മയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് അമ്മാമ്മയുണ്ട് വന്നിട്ടുള്ളത്. അമ്മാമ്മയുടെ പണ്ടത്തെ കുറെ കഥകളൊക്കെ കേൾക്കാം. റെഡിയല്ലേ? അമ്മാമ്മ കാണുന്ന പോലെയല്ല, പണ്ടത്തെ നാടക നടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് വഴിയെ ചോദിച്ച് വരാം അല്ലേ? അമ്മാമ്മയുടെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു? ലൈക്ക് സ്കൂൾ ടൈം, അന്നത്തെ കളികള്, കൂട്ടുകാര്. നല്ല കൂട്ടുകാരായിരുന്നു. ചെറുപ്പത്തിലെ സുഖമായി നടന്ന് കളിച്ചിരുന്നാണ്. അപ്പൊ എങ്ങനെ വീട്ടിലെ പണി കഴിഞ്ഞിട്ടാണോ കളിക്കാൻ പോവാ? അന്നൊന്നും പണിയൊന്നുമില്ല. പണിയൊന്നുമില്ലേ? പണ്ടൊക്കെ എല്ലാരും പറയാ പണി ഉണ്ടെന്നുള്ള. ചെറുതായിരിക്കുമ്പോ ചെറുതല്ല, കുറച്ചൊരു സ്കൂളിൽ പോണ പ്രായം. സ്കൂളിൽ പോണ പ്രായത്തൊക്കെ പണിയുണ്ട്. എന്തുട്ടായിരുന്നു പണികളൊക്കെ? വീട്ടിലെല്ലാം അടിക്കല്, തുടക്കല്, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങൾ എന്ത് ചെയ്യണം. എന്നിട്ട് എപ്പോഴാ അത് കഴിഞ്ഞിട്ട് കളിക്കാനൊക്കെ പോകും? കളിക്കാൻ വേറെ ഇടത്തിലും പോവില്ല, എല്ലാവരും ഇങ്ങോട്ട് വരും. അമ്മായിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ ഞങ്ങളുടെ പടിഞ്ഞാപ്പുറത്തിരുന്ന് കളിക്കും. എന്തായിരുന്നു കളികൾ? അന്നത്തെ സ്പെഷ്യൽ കളികൾ എന്തായിരുന്നു? ഉണ്ണിപ്പുര കെട്ടിട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കും. പിന്നെ എന്താ ഓർമ്മയുള്ള ഒരു കളി അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ പണ്ടത്തെ? എനിക്ക് ഓർമ്മയില്ല. നല്ലത് ഓർത്ത് നോക്ക്, ചിലപ്പോ വല്ലത് ഓർമ്മ വരും. കളിക്കുന്നതിന്റെ ഇടയില് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു എല്ലാവരും ഉണ്ടാവും. ഒരു ദിവസം അനിയത്തിനെ എടുത്ത് തോളിൽ ഇട്ടിട്ട് കാലുമ്പോൾ പിടുത്തം കിട്ടി. തലകുത്തി വീണാ? വീണില്ല, അപ്പളേക്കും ബാക്കിയുള്ളവരുണ്ടായിരുന്നു. എടുത്ത് കളിച്ചതാണ്, അപ്പൊ തലകുത്തി വീണു. നന്നായിട്ടൊന്നും പറ്റാഞ്ഞത്. അപ്പൊ ഈ അച്ഛനമ്മ ചീത്തൊന്നും പറയില്ലേ എങ്ങനെ കുട്ടികളെടുത്ത്? അവരറിയുന്നില്ല, അവരോട് പറയത്തില്ല. ശരി, മൂത്തോര് നോക്കണം അല്ലേ? ഇളയവരെ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ സ്കൂളിൽ പോയി വരിക, ജോലി ഉണ്ട്, അച്ചാച്ചനുണ്ടായി, അമ്മാവുണ്ടായി, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പഠിപ്പിക്കുവോ ആരെങ്കിലും സ്കൂളിൽ പോയി വന്ന? ആരും പഠിപ്പിക്കാനില്ല, നമ്മൾ തന്നെ പഠിക്കണം. ട്യൂഷനും കൂടി ഇല്ല. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് തോറ്റാ ചീത്ത അറിയോ? തോറ്റാലും ചീത്ത അറിയില്ല, പണിയുണ്ട്. വേണമെങ്കിൽ പഠിച്ചോ, അത്രേ ഉള്ളൂ. പഠിച്ചോ, അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഇപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ? വെല്ലടിക്കുമ്പോ പടിഞ്ഞാപ്പുറത്തെ സ്കൂളിലായിരുന്നു ആദ്യം. വെല്ലടിക്കുമ്പോഴാവും ഓടുക. അങ്ങനെയുണ്ട്. അപ്പൊ അമ്മാമ്മക്ക് മറ്റേ കാടും മലയൊന്നും നടന്നു പോകേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാരും ഇങ്ങനെ പറയാറ് ഞങ്ങൾ ഇത്ര കിലോമീറ്റർ നടന്നു പോയി. ഹൈസ്കൂളിലേക്ക് പോയപ്പോ നടന്നു പോണം. അല്ല, അപ്പാപ്പനാ തോന്നുന്നില്ല പെരിഞ്ഞാ പോയി പഠിച്ചിരുന്നേ. അപ്പാപ്പൻ കൊറേ കിലോമീറ്റർ നടന്ന കഥകളൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മളോടത്ത് എപ്പോഴും പറയണത് ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ നടന്ന് പഠിച്ചതാണ്. അപ്പൊ ആ കഥ ഇല്ല അമ്മാമ്മക്ക്. കിലോമീറ്റർ നേരെ നടന്നിട്ടില്ല. 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അവിടെയുള്ള സ്കൂളിലല്ലായിരുന്നു. വന്നാലും പൈസന്മാരുണ്ട്, അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അന്നത്തെ ഒരു ഫേവറേറ്റ് ഫുഡ് എന്തായിരുന്നു? അന്ന് എന്തുട്ടാ ചോറും കൂട്ടാനും തന്നെ. എന്നാലും ഫേവറേറ്റ് കൂട്ടാൻ അതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോ എനിക്ക് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങള് വീട്ടിൽ വന്നിട്ട് എന്നിട്ട് ഉണ്ടാക്കി തിന്നാറ്? വീട്ടില് അന്ന് എന്തുട്ടാണ് ഒരു കട്ടൻ ചായ ഉണ്ടാവും, കൊള്ളിയും. അതാണ് ഫേവറേറ്റ്. അന്നത്തെ ഫുഡാണോ ഇപ്പോഴത്തെ ഫുഡാണോ? ഇപ്പോഴത്തെ ബർഗർ ഒക്കെയാണോ നമുക്ക് ഇഷ്ടം? അത് അന്നത്തെ കൊള്ളി? അന്നത്തെ ഫുഡ് എനിക്കിഷ്ടല്ല. ഇപ്പോഴത്തെ ഒന്നും രസമില്ലാന്ന് പറയണല്ലേ? കൂട്ടുകുടുംബമായിരുന്നു. അച്ഛൻ്റെ അനിയനുണ്ടായി, അവരുടെ മക്കളുണ്ടായി, എല്ലാവരും ഉണ്ടായി. ഇടയ്ക്ക് അമ്മായിമാര് വരും, അവരുടെ മക്കള് വരും. അപ്പൊ ഫുൾ ടൈം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ബോറടിക്കൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ പോലെ ഫോൺ നോക്കിയിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ബോറടി ഉണ്ടാവില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഈ കാര്യങ്ങൾ അങ്ങനെ പോയി. കല്യാണം കഴിഞ്ഞു, പിന്നപ്പോ വേറെ പോയി. ഇതിന് നാടകത്തിലൊക്കെ അഭിനയിച്ചത് എപ്പോഴാ? അപ്പൊ പുളി പഠിക്കുന്ന കാര്യം. എത്രയില്? 10ലൊക്കെ? 9. ബാലസംഘം ഉണ്ടായി. അന്ന് ബാലസംഘത്തിന്റെ നാടകത്തിന് ഡാൻസിനും അങ്ങനത്തെ കാര്യങ്ങൾ. കലാകാരിയായിരുന്നു പണ്ടത്തെ.
ഈ നമുക്കൊക്കെ ഇത്തിരി കഴിവുള്ളതൊക്കെ ഇവരെ നാട്ടോ. ഇത്തിരിയെങ്കിലും കുറച്ച് പേർക്ക് അത്ര ഒന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും കഴിവ്. അപ്പാപ്പന്റെ കഴിവുകൾ അമ്മാമ്മക്ക് കഴിവൊക്കെ ഉണ്ട്. എന്താ പറയും, റോളടിക്കുന്ന കഴിവൊന്നുമില്ല എന്നോട്ട്. അന്നത്തെ കാലത്ത് ഫാഷൻ എന്തായിരുന്നു വെച്ചാ, സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ഡ്രസ് ഇട്ടിരുന്നേ? യൂണിഫോം ഉണ്ടായിരുന്നു? അന്ന് യൂണിഫോം ഇല്ല, പാവാടയില്ല. പിന്നെ കുറച്ച് 8ാം ക്ലാസ് ഒക്കെ ആയ സാരി, ഹാഫ് സാരി. 10ാം ക്ലാസ് ഒക്കെ ആയാ പിന്നെ സാരി ഉടുക്കണം. അപ്പൊ ടീച്ചർമാരെയും പിള്ളേരും തമ്മിൽ മനസ്സിലാവോ? എല്ലാരും സാരി ആയ? എല്ലാവരും സാരി. ടീച്ചർ ഏതാ കുട്ടി ഏതാന്ന് മനസ്സിലാവണ്ടാവോ? അങ്ങനെ അന്ന് ടീച്ചർമാരെന്നെ പറയും സാരി എടുക്കണം, അല്ലെങ്കിൽ ധാവണി എടുത്ത് തരണം. അത് നിർബന്ധമായിരുന്നു അല്ലെ? നിർബന്ധമായി. ജാക്കറ്റും പാവാടയായിരുന്നു, ഇപ്പോഴത്തെ ക്രോപ്പ് ടോപ്പും ജീൻസും പോലെ അല്ലെ? അല്ലേ? ഇപ്പൊ പാവാടയും ജാക്കറ്റ് ഇട്ട് നടക്കണ്ടേ താങ്കള്? വയറൊക്കെ കാണിച്ച് അതുപോലെ പണ്ടും കാണിച്ച് നടക്കായിരുന്നു. അങ്ങനെ അന്ന് വയറ് കാണിക്കണ അതിന് ശേഷം ജുബ്ബയൊക്കെ വന്നത്. അന്ന് വയറ് കാണിക്കണൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മളൊക്കെ വയറ് കാണിച്ചാൽ അത് പ്രശ്നമാണ്. പണ്ടൊന്നും പ്രശ്നമാണ്, പാവാടയല്ലേ. അപ്പൊ അതൊന്നും ആർക്കും പ്രശ്നം ഉണ്ടായില്ല അല്ലെ? എല്ലാവരും അങ്ങനെ. ഇപ്പോഴും എല്ലാവരും അങ്ങനെയല്ലേ? ഇപ്പൊ എല്ലാവരും അങ്ങനെയുണ്ട്. ഇപ്പൊ ആരും പറയുന്നില്ല പ്ലാവിന്റെ വയറ് കാണുന്നൊന്നും ആരും പറയുന്നില്ല. പറയുന്നവരുണ്ട്, പക്ഷെ നമ്മള് പറയണില്ല എന്നുള്ളോ. ഞാൻ പറയാറില്ല, നാട്ടുകാര് പറയാറുണ്ട്. പക്ഷെ ഉണ്ടാവും, പണ്ടൊക്കെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടായിരുന്നു ആൾക്കാർ നടന്നിരുന്നേ. ഇന്നിപ്പോ അതുപോലെ വരുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം, വയറ് കണ്ടാല്. പിന്നെ അന്നൊക്കെ പാവാടയും ജാക്കറ്റിട്ട് ഇങ്ങനെ നടക്കും. അതിന്റെ കാര്യമൊക്കെ പിന്നെ സാരി ഉടുക്കുമ്പോഴായാലും വയറൊക്കെ കാണിച്ചിട്ടല്ലേ അല്ലെ സാരി ഉടുക്ക? അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ കുറച്ച് വയറ് കാണിച്ചുള്ള ആൾക്കാർക്ക് അപ്പൊ പ്രശ്നം. സിനിമ നാടകം കാണാനായിരിക്കില്ലേ പോവാ? സിനിമ ഒന്നും കാണാൻ അങ്ങനെ പോകുന്നുണ്ടാവില്ല അല്ലെ? സിനിമയൊന്നും കാണാനില്ല, സ്കൂളിൽ നിന്ന് വല്ല കൊണ്ടുപോയെങ്കിലും ഉണ്ടാവുള്ളൂ. അന്ന് മറ്റേ സിനിമ എന്താ ബെഞ്ച് അങ്ങനെ എന്തൊക്കെ ആയിരുന്നില്ലേ? സെറ്റപ്പ്, തറ, ബെഞ്ച്, പിന്നെ സീറ്റ് ഉണ്ടാ, കസാര. നിങ്ങളൊക്കെ തറയിലിരുന്നിട്ടാവും കണ്ടിട്ടുള്ളത് അല്ലെ? ഞങ്ങള് ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ളൂ. അതേതായിരുന്നു അത്? പാടാത്ത വൈകി. ഓർമ്മയുണ്ട്. അത് കണ്ടില്ല. പിന്നെ അതവിടെ ചെന്നപ്പോഴേക്കും അത് ഫിലിം പൊട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് കാണാണ്ട് അങ്ങനെ തിരിച്ചു പോകും. ഒരെണ്ണം കാണാൻ പോയിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ആരും സിനിമയ്ക്ക് പോവുകയില്ല, കാണിക്കുകയില്ല. നാടകം കാണാൻ പോകും. കാണാനും പോവില്ല. അത് കാണാനും പോവില്ലേ? ഉത്സവം ഉണ്ടെങ്കിൽ പകല് പോയി ഉത്സവം കാണാൻ അങ്ങോട്ട് പോയില്ല. രാത്രി ഒന്നും അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. രാത്രി അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല, പറഞ്ഞയക്കില്ല കാരണന്മാര്. ഇന്നത്തെ പോലെ ഒന്നും അല്ല. അന്ന് അച്ചാച്ചനോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം. അന്ന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും പോണ്ടെന്ന് പറഞ്ഞാൽ പോവില്ല. അയ്യോ അതെ, അത് തിന്നോ? ഡാടാ തട്ടിയുടെ എടുത്തിട്ടാ ഇപ്പൊ വാങ്ങിട്ടുള്ളോ? അന്നത്തെ ഫേവറേറ്റ് സബ്ജക്ട് എന്തായിരുന്നു പഠിക്കുന്ന കാലത്തെ? അങ്ങനെയൊന്നുമില്ല, കണക്കൊക്കെ നല്ലോണം കിട്ടും. അപ്പൊ വലുതാവുമ്പോ നമുക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? ആഗ്രഹം എന്തായിട്ട് കാര്യമില്ല. എന്നാലും ആഗ്രഹം എന്തായിരുന്നു? ആയില്ല, അത് പോട്ടെ. എന്തായിരുന്നു ആഗ്രഹം? അങ്ങനെ ഒരു ആഗ്രഹം ഒന്നുമില്ല, ആവുന്നിടത്തോളം ആവുന്നു അത്രേ ഉള്ളൂ. കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണതായിരുന്നു പണ്ടത്തെ ആഗ്രഹം? അതും ഉണ്ടായി. അങ്ങനെ വന്ന് കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാലും അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. അതെ, ആഗ്രഹങ്ങൾ പറയുന്നത് മാത്രമുള്ളതൊന്നും ഇല്ലല്ലോ. സാധാരണ കുടുംബം, പണിയെടുക്കുക, ജീവിക്കുക. എക്സാം എന്നൊക്കെ കേൾക്കുമ്പോ പണ്ട് പേടി ഉണ്ടായിരുന്ന? പരീക്ഷ എഴുതാൻ പോകുമ്പോ പേടി, പഠിക്കാണ്ട് പോകുമ്പോ പേടി, ടീച്ചർ തല്ലുവോ? പഠിക്കാണ്ടൊക്കെ പോകുമ്പോ പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ടീച്ചർ തല്ലൊന്നും ഇല്ലല്ലോ. അതെ, അങ്ങനെ എക്സാമിന് തോറ്റാലൊന്നും തല്ലൊന്നുമില്ല. കോപ്പി അടിച്ചിട്ടുണ്ടാ? അതുമില്ല. അതുമില്ല, കോപ്പി അടിച്ചിട്ടൊന്നുമില്ല. കിട്ടിയത് എഴുതും, കിട്ടാത്തത് എഴുതില്ല. അങ്ങനെ
അന്ന് പിന്നെ ഒരു വിഷയം പോയാലും തോൽക്കും. അപ്പൊ ഒരു വിഷയം തോറ്റാ 7ാം ക്ലാസ് ഒന്നും 7ാം ക്ലാസ്സിൽ തോറ്റാ 7ാം ക്ലാസ് ഒന്നും കൂടി പഠിക്കണം. അപ്പൊ ആക്ച്വലി പണ്ടുള്ളവര് നല്ല പഠിച്ച് പാസ്സായവരായിരിക്കും അല്ലേ? അന്ന് അങ്ങനെയുണ്ട്. ഇന്നത്തെ പോലെയല്ല. അന്ന് ഇംഗ്ലീഷിനൊക്കെ ട്യൂഷന് പോകണെങ്കിലൊക്കെ പാസ്സായി പോയാനെ. അതൊന്നുമില്ലല്ലോ, ഇംഗ്ലീഷ് മാത്രമല്ല പോയിട്ടുള്ളൂ. ഇംഗ്ലീഷ് മാത്രം തോറ്റോണ്ട് തോറ്റു അല്ലെ? ഇംഗ്ലീഷ് മാത്രം മാർക്ക് കുറഞ്ഞു തോറ്റു. എല്ലാവരും അങ്ങനെയുണ്ട്. ഇന്നിപ്പോ അങ്ങനെയല്ലല്ല, ഇപ്പൊ എല്ലാവരും ജയിച്ചു. അതെ, ഒന്നും എഴുതിയില്ലെങ്കിൽ മാത്രമേ തോക്കുള്ളൂ. അപ്പൊ അന്നൊക്കെ എങ്ങനെയാ? അടുപ്പിലല്ലേ കുക്ക് ചെയ്യാ? അപ്പൊ വിറകൊക്കെ വെട്ടി കൊണ്ടുവരണം. വിറകൊക്കെ ഉണ്ടാകും. വിറക് നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെക്കണം വർഷക്കാലത്തേക്ക്. വീട്ടിലെന്നെ ഉണ്ടായിരുന്നു അല്ല വിറകൊക്കെ? ആദ്യം താമസിച്ച അവസരത്തില് വിറകൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? എവിടെന്നെങ്കിലൊക്കെ വാങ്ങും. അങ്ങനെയാണ്. പിന്നെ സ്റ്റൗ ആയപ്പോ പിന്നെ സ്റ്റൗമലായി. സ്റ്റൗ ആയപ്പോ പിന്നെ സുഖമായി അല്ലേ? അതിന് മുന്നേ അടപ്പിൽ തന്നെ 3 നേരത്തിന് 3 നേരം വെക്കണം. നേരാ? 3 നേരത്തിന് എന്തത്? 3 നേരം തന്നെ വെക്കണം. ഓ, ആ ഫ്രിഡ്ജില്ലല്ലോ, എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ ഒന്നല്ലേ? ഓ, അന്നൊക്കെ അങ്ങനെയല്ലേ? ഇത്രയധികം പേർക്കും വെക്കണം അല്ലേ? എന്തൊക്കെ ആ മാമ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അലക്കാൻ സോപ്പൊന്നും ഇല്ല. അല്ല, എന്തായിരുന്നു? അന്നൊക്കെ ചാരം വായിച്ചിട്ടാണ് അലക്കണേ. കുളത്തില് പോയിട്ട് കുളിയും അലക്കൊക്കെ അവിടെ. ചാരം. പിന്നെ കാരം വന്നു. അപ്പൊ പിന്നെ കാരായി. ഇതിനൊക്കെ ഇങ്ങനെ പത വരുവോ? അഴുക്ക് പോവോ? അങ്ങനെ വെയിലത്ത് വിരിച്ചിടും. എന്ത് തുണികള് അല്ലെ കുത്തി പിഴിഞ്ഞ അങ്ങനൊന്നുമില്ലേ? എന്നിട്ട് അലക്കും. ഇത് മുക്കിയിട്ട് വെയിലത്ത് വിരിച്ചിടും. ഓക്കേ. എന്നിട്ട് അലക്കുള്ളൂ ഒന്നല്ലേ? നല്ല പോലെ വെളുപ്പും ചെയ്യും. അഴുക്കൊക്കെ പോയി. മുടി ഇവർക്കൊക്കെ ഭയങ്കര പാരമ്പര്യമായിട്ട് കുറെ മുടിയുള്ളവരാട്ടെ. എങ്ങനെയാ മുടിയൊക്കെ നോക്കിയിരുന്നപ്പോ? മുടിക്ക് എന്തായിരുന്നു ഷാമ്പു? അന്ന് ഷാമ്പു ഒന്നും ഇല്ല. അപ്പൊ ഈ ഇത്രയും ഹെൽത്തി മുടി എങ്ങനെ സംരക്ഷിച്ചു? അന്ന് വെള്ളം തന്നെ തല തേക്കും. അതന്നെ തലയില്ല. അപ്പൊ ഇങ്ങനെ ആകെ റഫ് പോലെ ഉണ്ടാവില്ലേ? സെറമായിരുന്നു വെളിച്ചെണ്ണ. ഇവരൊക്കെ ഭയങ്കര കുറെ മുടിയുള്ളവരാണ്. സ്റ്റിൽ മുടിയുണ്ട്. പിന്നെ നരയ്ക്കൂല, അതും പാരമ്പര്യം, ജീനിലുള്ളതാണ്. നരില്ല, വയസ്സായാലേ നരയ്ക്കുള്ളൂ അല്ലെ? അത്രയും വയസ്സാവണം. വയസ്സൊക്കെ ആയി, 80 വയസ്സായി. പക്ഷെ കണ്ട, എന്നിട്ട് ഡൈയൊന്നല്ല, നാച്ചുറൽ ഹെയറാ. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുള്ള മുടികളാണത്. ജീൻസ്, ആ ജീനൊക്കെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഞാനും വയസ്സായിട്ട് നരക്കേണ്ട പറയാൻ പറ്റില്ല. പിന്നെ പണ്ട് ഇപ്പൊ ചൂടെടുക്കുമ്പോ എന്ത് ചെയ്യും? ഫാനൊന്നും ഇല്ലല്ലോ, ഓലപ്പരയല്ല അധികവും. അപ്പൊ അത്ര ചൂട് വരില്ല. അതെ, എന്നാലും കൊറേ ആൾക്കാരും ഇല്ലേ ചൂടെടുക്കില്ലേ? അതും ഇതുമില്ല, മറ്റല്ല ഇതല്ലേ ചിമ്മിണി വെളിച്ചല്ലേ? അപ്പൊ അതിന്റെ തീരെ ചൂട് വരില്ലേ? ഇല്ലേ. പിന്നെ ഇപ്പോഴത്തെ പോലെ അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നണല്ലേ പണ്ട്? പിന്നെ ഞങ്ങള് പാടത്തിന്റെ മണ്ടയിലല്ലായിരുന്നു, അതുകൊണ്ട് അത്ര ചൂടറിയില്ല. അപ്പൊ മഴ വരുമ്പോഴോ വെള്ളം കയറുവോ? ആ പറമ്പിലേക്ക് വെള്ളം വരില്ല. പാടത്തിന്റെ അടുത്തല്ലേ? പാടത്ത് തട്ടില് വെള്ളം വരും, വീട്ടിലേക്ക് വരില്ല. അല്ല, പണ്ടൊരു പ്രളയം ഉണ്ടായിരുന്നില്ലേ? ഏതോ 99 പ്രളയം. അത് അത്രയും പണ്ടാലേ? ശരിയാ. അപ്പാപ്പനൊക്കെ മുത്തപ്പാപ്പന്റെ കാലത്ത് പറഞ്ഞു കേട്ടു. പിന്നെ പ്രളയം ഉണ്ടായാലും ഇറക്കിൽ വരുന്നില്ല, ഞങ്ങളൊക്കെ അതിന് നീന്തി കുളിക്കും. അന്നും ഇങ്ങനെ നീന്തി കുളിക്കാനൊക്കെ വീട്ടുകാർ വിടും, അതിനൊന്നും പ്രശ്നമില്ല. ആരും അറിയണില്ലേ? അറിയൊക്കെ ചെയ്യും. കുളിക്കാൻ അന്ന് എല്ലാവരും ഉണ്ടാവും കുളിക്കാൻ. വിജുമായി വാസന്തിമായി ഒക്കെ ഉണ്ടാവും. അവരൊക്കെ നീന്തി അക്കരയ്ക്ക് പോകും. എനിക്ക് നീന്താൻ അറിയില്ല. അറിയില്ലേ? അതെ. അപ്പൊ പുറത്തിരുത്തിയൊന്നും കൊണ്ടുപോയില്ലേ? അവരൊക്കെ ഇവിടെ നിന്ന് നീന്തി ഇറക്കും. അന്ന് നിങ്ങളുടെ പാടത്തിന്റെ അവിടെ വരെ വെള്ളല്ലേ? തോടല്ല, അവിടെ ഒരു തോടുണ്ടായില്ലേ? ആ തോടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നീന്തി അങ്ങോട്ട് പോകും.
അക്കരെ വരെ കുറച്ചിക്കാരവിടം വരെയൊക്കെ ഇവര് നീന്തിപ്പോയി വരും. ഞാനിവിടെ ഇരിക്കും, കരയിലിരുന്ന് കുളിക്കും. കരയിലിരുന്ന്. അപ്പൊ എന്താ നീന്തൽ പഠിക്കാ ഞാൻ? എനിക്ക് പേടിയായിരുന്നു അന്ന് തലകൂട്ടി മുങ്ങാൻ. അതുകൊണ്ട് പഠിച്ചില്ല അല്ലെ? അതുകൊണ്ട് പഠിച്ചില്ല. കുളത്തിലല്ലേ കുളിക്കുന്ന, എന്നാലും മുങ്ങില്ല ഞാൻ. അതെ. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ കുമ്പിട്ടിട്ട് മുടി ഊരും. അവരൊക്കെ മുങ്ങി കുളിക്കും, ഞാൻ മുങ്ങില്ല. എനിക്ക് പേടി നന്നു, ഇന്ന് ഞാൻ കുളിച്ചില്ല. അത് കാരണം നീന്തലും പഠിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ചൈൽഡ്ഹുഡ് മാത്രം പറഞ്ഞാൽ മതിയല്ലേ ഇന്ന്. ഇനി നിങ്ങൾക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കണമെങ്കിൽ പറ കേട്ടോ. അമ്മാമ്മ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ പറ. അല്ലെങ്കിൽ പറയാറുണ്ട് ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ ഷൈ ആയതാട്ടാ, അല്ലെങ്കിൽ നല്ലോണം കഥയൊക്കെ പറയണ അമ്മാമ്മയെ. ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ അമ്മാമ്മ ഷൈ ആയി, പകുതി വെച്ച് നിർത്തി. എനിക്ക് വേണ്ട, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കഥയൊക്കെ പറഞ്ഞാനേ. ഇങ്ങനത്തെ കുറെ കഥകളൊക്കെ ഉണ്ട് അമ്മാമ്മക്കിട്ടാ, ഇപ്പൊ പറയാതുണ്ട്. ഇനി നിങ്ങൾക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കണമെങ്കിൽ പറ. അപ്പൊ നമ്മളൊരു പാർട്ട് 2 ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മാത്രം അല്ലെ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറ. പറ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യണം. അത്രേ ഉള്ളൂ. ബൈ, സീ യു.